നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു രാമായണത്തെക്കുറിച്ചാണ്. തുളസീദാസൻ്റെ ഗോസ്വാമി തുളസീദാസൻ്റെ രാമചരിതമാനസം അഥവാ ശ്രീരാമചരിതമാനസം എന്നൊക്കെ പ്രസിദ്ധിയാർജിച്ച രാമായണത്തെക്കുറിച്ച്. ഉത്തർപ്രദേശിലെ രാജാപൂർ എന്ന ഗ്രാമമായിരുന്നു തുളസീദാസൻ്റെ ജന്മഭൂമി. അവിടെയൊക്കെ സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ഭാഷ, അവധി ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. ഈ ഭാഷയിലാണ് തുളസീദാസൻ രാമചരിതമാനസം എഴുതിയത്. ഇത് അക്കാലത്തെ സംസ്കൃത പണ്ഡിതന്മാരെ ഏറെ ചൊടിപ്പിച്ചു. ഒരു പ്രാദേശിക ഭാഷയിൽ ഈ രാമചരിതമാനസം എഴുതിയത് കൊണ്ട് തന്നെ അവരാരും അതിനെ അംഗീകരിച്ചില്ല. പക്ഷേ ഇത് വായിച്ചവർ ഇതിൻ്റെ ആ വർണ്ണന, അതിൻ്റെ ആ കഥാപാത്രങ്ങളുടെ ഭദ്രത ഇതെല്ലാം കണ്ട് ഇത് പിന്നീട് മറ്റു പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തു. ഹിന്ദിയിലേക്കും സംസ്കൃതത്തിലേക്കും ഒക്കെ വിവർത്തനം ചെയ്യപ്പെട്ട ഈ രാമചരിതമാനസം ചുരുങ്ങിയ കാലം കൊണ്ട് ഭാരതത്തിൽ എമ്പാടും അതിൻ്റെ കീർത്തി വ്യാപിച്ചു. ധാരാളം ആളുകൾ ഇത് തേടിപ്പിടിച്ച് വായിച്ചു തുടങ്ങി. ഭാരതത്തിന് വെളിയിലേക്കും തുളസീദാസൻ്റെ രാമായണം സഞ്ചരിച്ചു. മലയാളത്തിലേക്കും തുളസീദാസൻ്റെ രാമായണം വിവർത്തനം ചെയ്യപ്പെട്ടു. 1968 TK ഭട്ടതിരി, താമരശ്ശേരിയിൽ കേശവൻ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന രാമചരിതമാനസത്തിൻ്റെ വിവർത്തനം മലയാളത്തിലേക്ക് നടത്തിയിട്ടുള്ളത് ബഹുഭാഷാ പണ്ഡിതനായ, അധ്യാപകനായ, ദൃശ്യവേദിയുടെ ഉപജ്ഞാതാവായ ശ്രീ CG രാജഗോപാലൻ സാറാണ്. അദ്ദേഹം ഇന്ന് നമുക്കൊപ്പമില്ല. ലളിതസുന്ദരമായ വരികളിലൂടെയാണ് അദ്ദേഹം അത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. 26,152 വരികളും 46 സംസ്കൃത ശ്ലോകങ്ങളും രാജഗോപാൽ സാർ ഇതിൻ്റെ വിവർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണവും ഈ വിവർത്തനവും രാമചരിതമാനസത്തിൻ്റെ വിവർത്തനവും കൂടി നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി വായിക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ സൗന്ദര്യം എന്നതിൽ നമുക്ക് ഒരു സംശയം ഉണ്ടാവും. തുളസീദാസൻ്റെ രാമചരിതമാനസത്തിൻ്റെ പദാനുപദമായ മനോഹരമായ വിവർത്തനമാണ് രാജഗോപാൽ സാർ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ഒരു ഭാഗം നമുക്കൊന്ന് താരതമ്യം ചെയ്ത് കേൾക്കാം. സീതാസ്വയംവരത്തിൽ രാമൻ വില്ലൊടിക്കുമ്പോൾ സീത ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതും സീതാദേവിയെ എല്ലാവരും കൂടി ചമയിച്ച് ശ്രീരാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും എഴുത്തച്ഛൻ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ടല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട്. രാമായണത്തിൽ പ്രത്യേകമായ താളത്തിൽ ഒക്കെ അവരവരുടെ രാഗത്തിനനുസരിച്ച് പാടാം. പക്ഷെ നമുക്കിത് രണ്ടും കൂടെ താരതമ്യം ചെയ്യാൻ വേണ്ടി ഒരു പദ്യം ആലപിക്കുന്ന വിധത്തിൽ ഞാനിത് രണ്ടും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് ചൊല്ലാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ സീതാസ്വയംവരത്തിൽ സീതാദേവി ശ്രീരാമൻ്റെ അടുത്തേക്ക് സഖിമാരോടൊപ്പം ഇങ്ങനെ നടന്നു പോകുന്ന അല്ലെങ്കിൽ അടുത്തേക്ക് ചെല്ലുന്ന ഒരു ഭാഗം. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കൾമാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുന്നിൽ സത്രപം വിനീതയായി. വന്നുടൻ നേത്രോൽപല മാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥ മാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഇത് രാമായണ പാരായണ ശൈലിയല്ല, ഒരു കവിത വായിക്കും പോലെ വായിച്ചു എന്നേ ഉള്ളൂ. ഇത് എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ സീതാസ്വയംവര ഭാഗം. ഇനി രാമചരിതമാനസം, ശ്രീരാമചരിതമാനസം എന്നുള്ള പേരിൽ രാജഗോപാലൻ സാർ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കാം. അങ്കലാവണ്യത്തിൻ്റെ സീമയാം സീതാദേവി ഭംഗിയിൽ ചരിക്കയായി ബാലഹംസിക പോലെ. ശോഭിപ്പൂ നിജ സഖിമാരുടെ മധ്യേ ലഘു ശോഭകൾക്കിടെ മഹാശോഭയെന്നതുപോലെ. വരണമാല്യം വിശ്വവിജയ ശ്രീശോഭിതം കരസാരസങ്ങളിൽ പേറിനാൽ വിദേഹജ. ഗാഢസങ്കോചം മെയിൽ പരമോത്സാഹം ഹൃത്തിൽ ഗൂഢമാം തനിയാനുരകമാരറിയുന്നു. രാഘവാന്തികെ ചെന്ന് തന്മഹാകാന്തി കണ്ട് രാജനന്ദിനി നിന്നാൽ ചിത്രം പോൽ നിസ്തബ്ധയായി. ചാതുര്യമേഴും തോഴി ചലവേ ചൊന്നാൾ
സഖി ചാർത്തുക മടിയാതെ ചാരുവാം ജയമാല. എത്ര മനോഹരമായ ഇത്! നല്ല രാമായണം മനോഹരമായി ആലപിക്കുന്നവർ, വായിക്കുന്നവർ ആ ശബ്ദമാധുര്യത്തോടു കൂടി വായിക്കുമ്പോൾ ഇതെങ്ങനെ ഇരിക്കും എന്നൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അത്ര സുന്ദരമാണ് ഈ രാമചരിതമാനസം എന്ന് പറയുന്ന തുളസീദാസൻ്റെ രാമായണം. അതൊന്നും നമ്മൾ വേണ്ട പോലെ അറിയുന്നില്ല, പാരായണം ചെയ്യുന്നില്ല. ഏതായാലും ടി.കെ. ഭട്ടതിരി അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിന് പരിചയമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ തുളസീദാസ രാമായണം പാരായണം ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇത് പാരായണം ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ അധ്യാത്മ രാമായണം പോലെ, വാൽമീകി രാമായണം പോലെ വീരരസ പ്രധാനമായ ഒരു കഥ തന്നെയാണ് തുളസീദാസ രാമായണം അഥവാ തുളസി രാമായണം. ഇതിന് അങ്ങനെയൊക്കെ പേരുണ്ട്. തുളസി രാമായണം, തുളസീദാസ രാമായണം, തുളസീദാസ കൃതം, മനസ്സ് എന്നിങ്ങനെയൊക്കെ പല പേരുകൾ ഈ രാമചരിത മാനസത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു കൃതി അവധി ഭാഷയിൽ, ഒരു പ്രാദേശിക ഭാഷയിൽ രചിക്കപ്പെട്ട് ആദ്യകാലത്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പിന്നീട് പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട് നമ്മുടെ മലയാള നാട്ടിലും എത്തി മനോഹരമായ പരിഭാഷകളുള്ള ഒരു രാമായണം. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഇതും കൂടി ഉണ്ടാവണം. പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.